Hello, welcome back to Eduport. Eduport സ്വാഗതം. മിഷക് സാർ ആണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം പറഞ്ഞുതരാം. അതായത് കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പഠിക്കുകയേ വേണ്ട. ഓക്കെ ഇപ്പോൾ എളുപ്പമായല്ലോ. പഠിക്കണം എന്ന് പറയുമ്പോഴാണ് അയ്യോ അത് കുറച്ച് പാടാണല്ലോ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കുകയേ വേണ്ട. എനിക്ക് പഠിക്കുക വേണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമിന് കേട്ടോ, ആനുവൽ എക്സാമിനേക്കല്ല. സോ നമ്മൾ ഏകദേശം ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നിങ്ങളോടുള്ള ഒരു ചോദ്യമാണ്, എങ്ങനെ പോകുന്നൂടാ പഠനമൊക്കെ? രസകരമായിട്ട് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം എജുപോർട്ടിൽ കൃത്യമായിട്ട് വൺ ഷോട്ടുകളും അതേപോലെ ഇമ്പോർട്ടൻറ്റ് പാർട്ടുകളായിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പൊ 8ാം ക്ലാസ് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇത്ര മാത്രം. അതായത് നോക്കാം, നമുക്ക് ആകെ ഉള്ളത് 7 ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. വളരെ എളുപ്പമുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള, വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന, എല്ലാം കൊണ്ടും നല്ല കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്. പറയാൻ കാരണം കെമിസ്ട്രി സിമ്പിൾ ആടാ അല്ലെ, പവർഫുൾ ആടാ. നോക്കാം, പ്രധാനമായിട്ടും നമ്മള് ഈ രണ്ട് ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആദ്യമേ തന്നെ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? നമ്മുടെ ഫസ്റ്റ് ടേമിന് അല്ലെ. ഫസ്റ്റ് ടേമിന് കാണുന്നുണ്ടോ? എന്താണ് ഫസ്റ്റ് ടേമിന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇത്രയും ഭാഗങ്ങൾ പഠിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വരുന്ന 3 ചാപ്റ്റേഴ്സ് ആണ് ഈ 3 ചാപ്റ്റേഴ്സ്. ഓക്കെ, പ്രധാനമായിട്ടും എന്താണ്, കെമിക്കൽ ചേഞ്ചസ്. മലയാളം മീഡിയം മക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ്, രാസമാറ്റങ്ങൾ. ഓക്കെ, ഓർത്തേക്ക് എന്താണ് രാസമാറ്റങ്ങൾ. അതേപോലെ മെറ്റൽസ്, എന്താണ് ലോഹങ്ങൾ. ഓർത്തേക്ക് എന്താണ് ലോഹങ്ങൾ. അതോടൊപ്പം സൊല്യൂഷൻസ്, ലായനികൾ. ഓക്കെ, ലായനികൾ. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എക്സാമിന് വരാം. ഓക്കെ, ബാക്കിയുള്ള 2 ചാപ്റ്റേഴ്സ് എന്താണ്, നമുക്ക് ഇനി പഠിക്കേണ്ടത് നമ്മുടെ കൊല്ല പരീക്ഷയിലോട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏർലി എക്സാമിലോട്ടാണ് പഠിക്കേണ്ടത്. അപ്പൊ നോക്കാം മക്കളെ, എവിടെ നിന്ന് എങ്ങനെയൊക്കെ എപ്പം ചോദിക്കും എന്നുള്ള കാര്യങ്ങൾ. നോക്കാം, നമ്മുടെ കെമിക്കൽ ചേഞ്ചസ്, മെറ്റൽസ്, സൊല്യൂഷൻസ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്ന് പൊതുവേ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു വർഷക്കാലങ്ങളിലുള്ള ചോദ്യപേപ്പറൊക്കെ നോക്കിയാൽ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്, മാർക്കുകൾ വരുന്നത്. അപ്പൊ നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മുടെ കെമിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ രാസമാറ്റങ്ങൾ. നോക്കാം, 1 മാർക്കായിട്ട് എന്ത് ചെയ്യാം, 1 മാർക്കിനുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ഭാഗത്തുനിന്ന്. അതേപോലെ 2 മാർക്സിനുള്ള 2 ചോദ്യങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഓർത്ത് വെക്കുക, എന്താണ് അവിടെ 4 മാർക്കിനുള്ള ചോദ്യങ്ങൾ അവിടെ വന്നു അല്ലെ. 4 മാർക്കിലുള്ള ചോദ്യങ്ങൾ അവിടെ വന്നു. അതേപോലെ നിങ്ങൾ നോക്കുക, എന്താണ് 3 മാർക്കിനുള്ള 2 ചോദ്യങ്ങൾ. അപ്പൊ അവിടെ എത്ര വന്നു, 6 മാർക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു പാഠത്തിന്റെ അല്ലെ, ആ ഒരു പാഠത്തിന്റെ ഒരു മഹിമ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അത്രയും മാർക്കിന് എന്ത് ചെയ്യുന്നു അവിടെ വരുന്നു. അപ്പൊ നോക്കുക മക്കളെ, ഏകദേശം 11 എന്ന് തന്നെ പറയാം അല്ലെ. 11, 12 നമുക്ക് മാക്സിമം എന്താണ് ഒരു 11 മാർക്ക് എന്ത് ചെയ്യും അവിടെ നിന്ന് ഷുവറായിട്ടും വരും. ഓക്കെ, അപ്പൊ നോക്കുക, ആ ഒരു ചാപ്റ്റർ വളരെ എളുപ്പമായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് അല്ലെ. നമ്മൾ 1 ഷോട്ട് ആയിട്ട് എന്ത് ചെയ്തു, അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി 1 ഷോട്ടിൽ വരുന്ന കാര്യങ്ങളാണെന്ത്, മെറ്റൽസ്, സൊല്യൂഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറയാൻ കാരണം 3 മാർക്ക് അല്ലെ. എന്താണ് 3 മാർക്ക് അവിടെ വരും. എന്താ 1 വേർഡിലുള്ള 3 ചോദ്യങ്ങൾ. അപ്പൊ എത്ര മാർക്ക് വന്നു, 3 മാർക്ക്. ഓക്കെ, 2 മാർക്കിന്റെ അല്ലെ, 2 മാർക്കിന്റെ ഒരു ചോദ്യം 2 മാർക്ക്, 3 മാർക്കിന്റെ ഒരു ചോദ്യം 3 മാർക്ക്. അങ്ങനെ ടോട്ടൽ 8 മാർക്ക് എന്ത് ചെയ്യുന്നു നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റൽസ് എന്നുള്ള ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കേണ്ടത് നമ്മള് സൊല്യൂഷൻസ് അല്ലെ. നമ്മള് ലാസ്റ്റ് ഈ ഒരു ഭാഗത്തുള്ള ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏതാണ്? സൊല്യൂഷൻസിൽ. അവിടെ നിന്ന് 2 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ. അപ്പൊ 4 മാർക്കും 3 മാർക്കിന്റെ ഒരു ചോദ്യം എന്താണ് 3 മാർക്ക്. അപ്പൊ ടോട്ടൽ 7 മാർക്കിന് ഇവിടെ നിന്നും ചോദ്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു വെയിറ്റേജ് ഒക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിന് മാർക്കുകൾ വരിക. ഓക്കെ, അപ്പോൾ ബേസിക് സയൻസിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കെമിസ്ട്രി കണ്ടിട്ടുണ്ടായിരിക്കും. കെമിസ്ട്രി വളരെ എളുപ്പമാണ്, സിമ്പിൾ ആണ്, പവർഫുൾ ആണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ നോക്കുക, ടോട്ടൽ ഏകദേശം നമ്മൾ എന്താ 26 മാർക്ക്
അല്ലെ. ബേസിക് സയൻസിൽ 26 മാർക്കോളം എന്ത് ചെയ്യുന്നു നമ്മുടെ കെമിസ്ട്രി പാർട്ടിൽ നിന്നാണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഈ 3 ചാപ്റ്റേഴ്സ് ഉള്ളത് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യുക, നമുക്ക് പഠിക്കാൻ പറ്റുന്ന 3 ചാപ്റ്റേഴ്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം, അത് പഠിച്ചെടുക്കണം അല്ലെ, പഠിച്ചെടുക്കണം. ബാക്കിയുള്ള നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സ് നോക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യേണ്ട, നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു 3 ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. സോ നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ഒരു കൃത്യമായ മാർക്ക് അല്ലെ, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യണ്ട, യെസ് ജസ്റ്റ് പാസ് എന്നുള്ളതിലേക്ക് പോവേ ചെയ്യരുത്. എന്ത് ചെയ്യുക, വി ഹാവ് ടു അക്വയർ the A plus അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം, വി വാണ്ട് A plus അല്ലെ, നമുക്ക് A plus എന്ത് ചെയ്യണം, അടിച്ചെടുക്കേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ബി ഹാർഡ്, എന്താണ്, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ബി വിത്ത് എഡ്യൂപോർട്ട്, ഹാപ്പി ആയിട്ട് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഹാഫ് ഇയർലി എക്സാമിനേഷൻ. ബൈ ബൈ.